കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പാണക്കാട് സാദാത്ത് എന്ന ഒരു ആശ്രയം സംവിധാനിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. അങ്ങനെ ചെയ്തു. അതിനവർ വിദേശത്തു നിന്ന് വന്നു. യമനിലെ ഹദ്റമൗത്തിലെ തെരീമിൽ നിന്ന് അവരിവിടെ എത്തി. അവരെ പ്രപിതാക്കന്മാർ വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ 5 തലമുറ മുമ്പുള്ള അവരുടെ പിതാമഹൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. പിന്നെ തലശ്ശേരിയിൽ വന്നു. തലശ്ശേരി രാജകുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുക്കുന്ന രാജകുമാരിയെ രാജകീയ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ജീവിത സാഹചര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് കോഴിക്കോട്ടേക്ക് മാറി എളാൻ്റെ പള്ളി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പിന്നെ മലപ്പുറത്തേക്ക് വന്നു. ശുഹദാ പള്ളിയുടെ വടക്ക് ഭാഗത്തേക്ക് ഉയർന്ന സ്ഥലം, അവിടെയാണ് പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പാൻ്റെ ഖബർ. പിന്നെ അവർ പാണക്കാട്ടേക്ക് നീങ്ങി. അങ്ങനെയാണ് പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ വരുന്നത്. ഈ ആദ്യ തലമുറ അല്ലെങ്കിൽ ഈ വളപട്ടണത്ത് വന്ന പിതാമഹൻ മുതൽ തങ്ങൾ വരെയും തങ്ങൾക്ക് ശേഷമുള്ളവരുമൊക്കെ ഉമ്മത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ.